നമ്മൾ ഒരാൾക്ക് കൊടുത്ത പണം തിരിച്ചു വാങ്ങാം, നഷ്ടപ്പെട്ട വസ്തുക്കൾ വേറെ വാങ്ങാം. എന്നാൽ നമ്മുടെ നാവിലൂടെ പുറത്തുവന്ന ഒരു വാക്ക്, അത് ഒരിക്കലും തിരിച്ചു വിളിക്കാൻ കഴിയില്ല. ഒരു നിമിഷത്തെ ദേഷ്യത്തിന് നമ്മൾ ഒരാളോട് പറയുന്ന വാക്ക് അവരുടെ മനസ്സിൽ ഉണ്ടാക്കുന്ന മുറിവ് എത്ര വലുതാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ശരീരത്തിനേറ്റ മുറിവുകൾ ഉണങ്ങിയേക്കാം, പക്ഷേ മനസ്സിനേറ്റ മുറിവുകൾ മരണം വരെ മായുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരാൾ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ നല്ലത് പറയട്ടെ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. നമ്മൾ പറയുന്ന ഓരോ വാക്കും രേഖപ്പെടുത്താൻ മലക്കുകൾ ഉണ്ട്. നമ്മൾ തമാശയ്ക്കു പറയുന്ന ഒരു പരിഹാസം, ഒരാളെക്കുറിച്ചു പറയുന്ന പരദൂഷണം, ഇതെല്ലാം നമ്മുടെ നന്മകളെ നശിപ്പിച്ചു കളയും. നമ്മൾ മരിച്ചു മണ്ണടിഞ്ഞാലും നമ്മൾ പറഞ്ഞ വാക്കുകൾ ഇവിടെ ബാക്കിയുണ്ടാകും. സുഹൃത്തുക്കളെ, നമ്മുടെ നാവുകൊണ്ട് ആരെയും വേദനിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക. മറ്റുള്ളവരുടെ കുറവുകൾ തിരയുന്നതിനേക്കാൾ നമ്മുടെ സ്വന്തം കുറവുകൾ പരിഹരിക്കാൻ സമയം കണ്ടെത്തുക. ഒരു വാക്ക് പറയുന്നതിന് മുമ്പ് ചിന്തിക്കുക, ഇതുകൊണ്ട് അല്ലാഹുവിന് സന്തോഷമുണ്ടാകുമോ അതോ ദേഷ്യമാകുമോ? നമ്മൾ കാരണം ആരുടെയെങ്കിലും കണ്ണ് നിറയുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പരാജയമാണ്. നാവുകൊണ്ട് നന്മകൾ മാത്രം പറയാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആരോടെങ്കിലും മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ മാപ്പ് ചോദിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.